തറവാട്. അതെ. ഈ തറവാട് എന്താന്നല്ലേ? അത് ഉച്ചയ്ക്ക് വിശന്നപ്പല്ലേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയ ഒരു സ്ഥലമാണ് കേട്ടോ. അത് ഈ വീടിൻ്റെ ആംബിയൻസിൽ വീടിൻ്റെ ഒരു സെറ്റപ്പിൽ നമുക്ക് പോയി ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് തറവാട് എന്ന് പറയുന്നത്. ഇത് മാനന്തവാടിയാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതെ, അവിടെ സാദാ ചോറുണ്ട്, ബിരിയാണി ഉണ്ട്, എല്ലാം സെറ്റാണ് കേട്ടോ. അപ്പം അനിയൻ സാദാ ചോറ് പറഞ്ഞു, ഞാനും വേറൊരു അനിയനും നമ്മുടെ ബിരിയാണി പറഞ്ഞു കേട്ടോ. സോ സാദാ ചോറിൻ്റെ കൂടെ മോര് വന്നു, പിന്നെ അച്ചാർ വന്നു കേട്ടോ. അച്ചാർ ഒന്നും പറയാനല്ല, മാങ്ങയാണ് അന്ന് ഞങ്ങൾക്ക് പോയപ്പോൾ കിട്ടിയത്. അത് നല്ല രസമുണ്ടായിരുന്നു ഗീസ്. അച്ചാറിനെ പറ്റി പറയുമ്പോൾ അത് ഞങ്ങൾ രണ്ടുപേരും ബിരിയാണി ഓർഡർ ചെയ്തു, അവൻ ചോറ് ഓർഡർ ചെയ്തു കേട്ടോ. എന്താണ് ഒരു വെറൈറ്റി എന്നുള്ള രീതിയിലാണ്. സോ എന്തായാലും ബിരിയാണി സാധാരണ ഞാൻ പൊരിച്ച ചിക്കനുള്ള ബിരിയാണിയുടെ ഫാനാണ്. എനിക്ക് ഇങ്ങനെ വേവിച്ച ചിക്കനുള്ള ബിരിയാണി അങ്ങനെ അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല. ഇത് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. എനിക്ക് പൊതുവേ ഞാൻ അങ്ങനെ പൊരിച്ച ചിക്കനുള്ള ആ ഒരു ബിരിയാണിയാണ് നമ്മുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്തായാലും വലിയ പീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു ബിരിയാണിയിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു വലിയ പീസും കാര്യങ്ങളൊക്കെ കഴിച്ച് അതിൻ്റെ കൂടെ ഞങ്ങളൊരു ബീഫ് ഓർഡർ ചെയ്തു. ഏത് സാദാ ചോറ് അവൻ മേടിച്ചല്ലോ, അപ്പോൾ അവന് ബീഫ് വേണമെന്ന്. ഓക്കെ, അങ്ങനെ ബീഫും കഴിച്ച് മൊത്തം 495 രൂപയാണ് ഞങ്ങൾക്ക് ആയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ.